നീലാചലത്തിനടുത്തുള്ള സമുദ്രത്തിൽ ഒരു ഒരു വലിയ വേപ്പ് മരം ഒഴുകി വരും. ആ തടിയിൽ നീ എൻ്റെ വിഗ്രഹം കൊത്തണം. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഗ്രഹവുമായിരിക്കും. എൻ്റെ ഒരു പ്രത്യേക ഭാവവും ലീലകളും നിറഞ്ഞ വിഗ്രഹമാണ്. നീ അതിൽ വിഗ്രഹം പണിഞ്ഞാൽ മതി. അതിനു മുമ്പ് നീ ഒരു ക്ഷേത്രം പണിയണം എന്നും പറയും. അങ്ങനെ ഭഗവാൻ ഇത് പറഞ്ഞത് കേട്ടത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഉടനെ പിറ്റേ ദിവസം ഭടന്മാരെ വിട്ട് കടലിൽ ഇങ്ങനെ വെള്ളത്തിൽ തിരമാലകളിൽ ഇങ്ങനെ നിന്ന് ആടിക്കൊണ്ടിരുന്ന ആ വേപ്പ് മരത്തിനെ കരയിലേക്ക് കയറ്റി വിഗ്രഹം പണിയാൻ വേണ്ടി ഒരു മുറിയെല്ലാം സെറ്റപ്പ് ചെയ്തു. അപ്പുറത്ത് സമുദ്രത്തിനരികിൽ അതിമനോഹരമായ ക്ഷേത്രത്തിൻ്റെ പണിയും ആരംഭിച്ചു. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിലും വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പല ശില്പിമാരെ വിളിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാന ശില്പിയും എല്ലാവരും വന്നിട്ട് ചെയ്തിട്ടും അവരുടെ ഉളികളെല്ലാം മുറിഞ്ഞു പോവുകയാണ്. അത്ര കരിങ്കല്ലിൽ അടിക്കും പോലെയാണ് ആ തടിയിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു കാരണവശാൽ ഇവർക്ക് വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവിടെ അമ്പലത്തിൻ്റെ പണി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇദ്ദേഹം ആൾക്കാർക്കെല്ലാം ദക്ഷിണയും വസ്ത്രമൊക്കെ കൊടുത്ത് വിടുകയാണ്. ഒന്നും നടക്കുന്നില്ല. വിഗ്രഹം മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് വളരെ വയസ്സായ ഒരു ശില്പി അതുവഴി വരും. ശില്പി ചോദിക്കും, എന്താണ്, എനിക്ക് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പണിയുണ്ട്, പക്ഷേ ഇതാണ് നിങ്ങളുടെ ഉളിയെല്ലാം പോകുന്നതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ 100 കണക്കിന് ശില്പിമാർ വന്നിട്ടൊന്നും നടന്നില്ല. ഭഗവാന്റെ വിഗ്രഹം കൊത്തണം, അതിനാണ് ഇവിടെ ഇങ്ങനെ പുരയെല്ലാം കെട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം, പക്ഷെ എനിക്ക് ഒരു ഡിമാൻഡുണ്ട്. 21 ദിവസം ഞാൻ ആ വിഗ്രഹത്തിൻ്റെ ഉണ്ടാക്കുന്ന മുറിയിലിരിക്കും, ആരും എന്നെ ശല്യപ്പെടുത്താനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആഹാരമൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റും. അകത്ത് കയറും, കതവടയ്ക്കും അദ്ദേഹം. ആദ്യത്തെ ദിവസം അതിഭയങ്കരമായ ചുറ്റികയുടെയും ഒക്കെ അടിക്കുന്നതൊക്കെ ഉള്ളിയുടെയൊക്കെ സൗണ്ട് കേൾക്കും. മരച്ചില്ലയിൽ ചുറ്റിക വന്ന് കൊള്ളുമ്പോൾ മരം പൊട്ടിപ്പൊളിയുന്നതിൻ്റെ സൗണ്ടെല്ലാം കേൾക്കും. 2ാമത്തെ ദിവസം ആ സൗണ്ട് അല്പം കുറയും, 3ാമത്തെ ദിവസം വീണ്ടും കുറയും. അങ്ങനെ ഏകദേശം ഒരു 15 ദിവസം ആകുമ്പോഴേക്കും എന്ത് പറ്റും, ഇതിൻ്റെ ശബ്ദമേ ഇല്ല. അപ്പോൾ രാജാവ് ആകെ ടെൻഷനിലായി. രാജ്ഞിക്കും വലിയ ടെൻഷൻ. കാരണം ഒന്നാമത് വയസ്സായ ആളാണ്, അദ്ദേഹം ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഇത്രയും ദിവസമായി അകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി വല്ല അസുഖം വല്ലതും ബാധിച്ച് അകത്ത് കിടക്കുകയാണോ, മരിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ രാജ്ഞി പറയും, അങ്ങ് അകത്ത് കയറി അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ രാജാവ് പറയില്ല, 21 ദിവസം കതക് തുറക്കാൻ പാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ രാജ്ഞി പറയും, ഇല്ല, അങ്ങനെ പറഞ്ഞ് നോക്കിയിരുന്നാൽ അദ്ദേഹം മരിച്ചു കിടക്കും, അവിടെ പുഴുവരിക്കും. അവസാനം പാവം, മഹാപാവം, അല്ലെ ജീവൻ അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വാക്ക് തെറ്റിച്ചുകൊണ്ടായാലും കുഴപ്പമില്ല, അകത്ത് കയറി അദ്ദേഹത്തിനെ രക്ഷിക്കണം എന്ന് പറയും. അങ്ങനെ രാജാവ് വാതിൽ നിർബന്ധമായിട്ടും പൊളിച്ച് അകത്ത് കയറുമ്പോൾ അവിടെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിയിലുള്ള അപൂർണമായ 3 വിഗ്രഹങ്ങൾ, കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സുഭദ്രയുടെയും 3 വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും 2 കൈകളും, സുഭദ്രയ്ക്ക് കൈ പോലും ഉണ്ടാക്കിയിട്ടില്ല, കാല് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പകുതി ആയതേ ഉള്ളൂ. മറ്റേ ആ ശില്പി അവിടെ ഉണ്ട് താനും. രാജാവ് കതവ് തുറന്നതും ശില്പി അപ്രത്യക്ഷമായി. രാജാവിന് വല്ലാത്ത സങ്കടമായി. കാരണം ഭഗവാന്റെ വിഗ്രഹം അപൂർണമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. അദ്ദേഹത്തിന് രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് വീണ്ടും ഭഗവാന്റെ സ്വപ്നം, നീ സങ്കടപ്പെടണ്ട, ഈ കാണുന്ന വിഗ്രഹം എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള എൻ്റെ തന്നെ ഒരു രൂപമാണ്. അതിന് വേറെ കഥയുണ്ട്, ഞാൻ കഥ പറയുന്നുണ്ട്. അപ്പോൾ ആ വിഗ്രഹം ജഗന്നാഥ ഭാവിലുള്ളതാണ്. ജഗന്നാഥ് എന്നുള്ള ആ ഒരു പ്രത്യേക അവസ്ഥയിലുള്ളതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഗ്രഹമായിട്ടാണ്. ആ വിഗ്രഹത്തിനെ ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ലീലകളൊക്കെ ഇവിടെ ആടിയത്. അത് കുഴപ്പമില്ല, ക്ഷേത്രം പൂർത്തിയായ സ്ഥിതിക്ക് നീ വിഗ്രഹം പ്രതിഷ്ഠിച്ചോളൂ എന്ന് ഭഗവാൻ പറയും. അങ്ങനെ ഇന്ന് കാണുന്ന ഈ പറയുന്ന ഈ രൂപത്തിലുള്ള വിഗ്രഹത്തിന് അദ്ദേഹത്തിന് പ്രതിഷ്ഠ നടത്താൻ നല്ല ഡേറ്റ് നിശ്ചയിക്കും. അപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം, ഭഗവാന്റെ വിഗ്രഹം ബ്രഹ്മദേവനെ കൊണ്ട് തന്നെ പ്രതിഷ്ഠ നടത്തണമെന്ന്
അപ്പോൾ ബ്രഹ്മാവിനെ കാണണമെങ്കിൽ ഇവിടെ പോകണം, ബ്രഹ്മലോകത്ത് പോകണം. 14 ലോകങ്ങളിൽ ഏറ്റവും ഉയർന്ന ലോകമാണ് ബ്രഹ്മലോകം. അതിന് മുകളിലാണ് വൈകുണ്ഠ ലോകങ്ങൾ, അതിന് മുകളിലാണ് ഗോലോക വൃന്ദാവനം. അപ്പം ഭൗതിക ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ബ്രഹ്മലോകം ഇരിക്കുന്നത്, ഭൂമി സെൻട്രലാണ്. അപ്പോൾ അതിൽ ഇത്രയും ഉയരത്തിൽ പോകണമെങ്കിൽ സാധാരണ മനുഷ്യനൊന്നും പറ്റില്ല. അതിന് പവറുണ്ട്, ആ രീതിയിലുള്ള ശക്തി ഉള്ളതുകൊണ്ട് തപോബലത്തിൻ്റെ ശക്തിയിൽ അദ്ദേഹം നേരെ ബ്രഹ്മലോകത്തേക്ക് പോയി. അപ്പോൾ ബ്രഹ്മാവിനെ കണ്ട് ബ്രഹ്മാവ് ചോദിക്കുക എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഭഗവാന്റെ അമ്പലം ഞാൻ എൻ്റെ രാജ്യത്ത് പണി കഴിപ്പിക്കുന്നു, അവിടെ വിഗ്രഹം പൂർത്തിയായിട്ടുണ്ട്, അങ്ങ് വന്ന് പ്രതിഷ്ഠ നടത്തി തരണം എന്ന് പറയും. അപ്പോൾ ബ്രഹ്മാവ് ചിരിക്കും. ബ്രഹ്മാവ് പറയും ശരി, പക്ഷേ ഒരു സംഭവമുണ്ട്, നീ എൻ്റെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ എത്രയോ യുഗങ്ങളാണ്. അപ്പം ഞാൻ വീട്ടിൽ നിൻ്റെ ഈ അമ്പലത്തിൽ വരുമ്പോൾ നിൻ്റെ ആരും അവിടെ കാണില്ല, നിന്നെ അറിയാവുന്നുള്ള ഒറ്റ മനുഷ്യർ ആ ഭൂമിയിലേ തന്നെ ഉണ്ടാകില്ല. അപ്പോഴാണ് അന്തം വിടുന്നത് ഇത്രയും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ, ഞാൻ പെട്ടുപോയല്ലോ, എന്തായാലും അങ്ങ് വന്ന് പ്രതിഷ്ഠ നടത്തണമെന്നു. അങ്ങനെ ബ്രഹ്മദേവനെയും കൂട്ടി അദ്ദേഹം ഈ ഒറീസയിൽ ക്ഷേത്രത്തിൽ വരാം. അവരെ വരുമ്പോഴേക്കും അവിടെ ഗാലമാധവൻ എന്ന് പറയുന്ന വേറൊരു രാജാവാണ് ഭരിച്ചിരുന്നത്. ആ രാജാവ് ഒരിക്കൽ കുതിരപ്പുറത്ത് പോകുമ്പോൾ കാലിൽ എന്തോ തട്ടി അദ്ദേഹം കുതിരയെ ഉൾപ്പെടെ താഴെ വീഴും. അപ്പോൾ എന്തോ ഒരു കൊളുത്തിരിക്കുന്ന കാണും. അപ്പോൾ ആ കൊളുത്ത് മണ്ണിട്ട് ആൾക്കാരെ കൊണ്ട് മാറ്റുമ്പോഴേക്കും ഒരു ചക്രത്തിൻ്റെ ഒരു ലക്ഷണം, മണ്ണ് ഇങ്ങനെ മാറ്റി മാറ്റി വരുമ്പോഴേക്കും ഇന്ന് നമ്മൾ കാണുന്ന ജഗന്നാഥ് പുരിയുടെ ക്ഷേത്രമായിട്ട് അത് മാറും. എത്രയോ യുഗങ്ങൾ മാറിയപ്പോഴേക്കും ആ സ്ഥലത്തൊക്കെ മണ്ണ് നിറഞ്ഞ് ഈ ക്ഷേത്രം തന്നെ മണ്ണിനടിയിലായിപ്പോയി. അങ്ങനെ അപ്പോഴത്തെ രാജാവായ ഗാലമാധവൻ ഈ ക്ഷേത്രത്തിൻ്റെ ഓണറായി അദ്ദേഹം അവിടെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ബ്രഹ്മദേവനുമായിട്ട് ഭൂമിയിലെത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം അങ്ങ് അമ്പലത്തിനകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഗാലമാധവൻ ചോദിക്കും ആരാണെന്ന്. എൻ്റെ അടുത്ത് ഒരു വാക്കും ചോദിക്കുന്നത് ഞാനാണ് ഇവിടുത്തെ രാജാവ്. അപ്പോൾ അദ്ദേഹം പറയും ഞാനാണ് ഈ ക്ഷേത്രം പണിഞ്ഞത്, ഈ വിഗ്രഹം സൃഷ്ടിച്ചത് നിർമ്മിപ്പിച്ചത് ഇതെല്ലാം എൻ്റെ കാലത്താണ്. അപ്പോൾ അദ്ദേഹം തർക്കിച്ചു. അങ്ങനെ ഇത് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഇവിടെ വരും. അങ്ങനെ ഒരു ആമയും ഒരു കാക്കയും ആ സമയത്ത് വന്നിട്ട് ഈ രാജാവ് പറയുന്നത് അതാണ് ശരി, ഇന്ദ്രദ്യുമ്ന രാജാവ് പറഞ്ഞതാണ് ശരി, ഗാലമാധവൻ്റെ പരമ്പരയിൽ ഏറ്റവും എത്രയോ പരമ്പരയ്ക്ക് മുമ്പിലുള്ള ആളാണെന്ന് മനസ്സിലാക്കുകയും ഗാലമാധവൻ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരെയും ബ്രഹ്മാവ് കൊണ്ടുപോയി രണ്ടുപേരെയും കൂടെ മുമ്പിൽ വെച്ച് ബ്രഹ്മാവ് പ്രതിഷ്ഠ നടത്തും. അങ്ങനെ ഈ ശില്പിയുടെ ആൾക്കാർക്ക് ഭഗവാന്റെ വിഗ്രഹം പണിയാനും രഥം നിർമ്മിക്കാനും ഒക്കെ ഉള്ള അനുവാദം കൊടുക്കും. ഈ വിശ്വവസ്തുവിൻ്റെ ആൾക്കാർക്ക് അവിടുത്തെ മെയിൻ ചാർജ് പാണ്ഡാസ് എന്ന് പറയും, അവർക്ക് ആ ചാർജ് അമ്പലത്തിൻ്റെ നിയന്ത്രണവും മറ്റു കാര്യങ്ങളും. പിന്നെ വിദ്യാപതി, നമ്മുടെ ഈ ബ്രാഹ്മണ മന്ത്രിയായ വിദ്യാപതിയുടെ ആൾക്കാരാണ് അവിടുത്തെ പൂജാരിമാർ. പിന്നെ വിദ്യാപതിക്കും ലളിതയ്ക്കും ജനിച്ച മക്കളാണ് അവിടുത്തെ പാചകത്തിൻ്റെ ചാർജ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 119ഓളം വിഭാഗം ആൾക്കാർ ഈ പറയുന്ന ജഗന്നാഥ് പുരിയിൽ 119ഓളം സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പൂക്കൾ കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ്, പൂക്കൾ കെട്ടുന്നത് വേറൊരു ഗ്രൂപ്പ്, കൊടിക്ക് ആവശ്യമായ തുണികൾ നെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് തയ്ക്കുന്ന വേറൊരു ഗ്രൂപ്പ്, പിന്നെ എന്താണ് കൊടി കെട്ടാനും വേണ്ട ഒരു വിഭാഗം, പാചകത്തിന് വേറൊരു വിഭാഗം, വിറക് കൊണ്ടുവരുന്ന വേറെ വിഭാഗം, പഴം പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന ഒരു വിഭാഗം, അരിയും മറ്റ് പ്രൊവിഷനൊക്കെ കൊണ്ടുവരുന്ന വിഭാഗം, വാദ്യം അതൊരു വിഭാഗക്കാരെ, നൃത്തം അവിടെ നൃത്തമുണ്ട്, അപ്പോൾ നൃത്തത്തിന് ഒരു ജാതിക്കാർക്ക്, പിന്നെ ക്ലീനിങ് മറ്റ് സർവീസ് അതിന് ഒരു വിഭാഗം, ഓഫീസും മറ്റു കാര്യങ്ങളും നോക്കാൻ ഒരു വിഭാഗം, രഥത്തിൻ്റെ നിർമ്മാണത്തിന് ഒരു ഗ്രൂപ്പ്, പിന്നെ വിഗ്രഹ നിർമ്മാതാക്കൾ, പെയിൻറ്റിങ് അതിന് ഒരു ഗ്രൂപ്പ്, തിരി ഉണ്ടാക്കാൻ ഒരു ഗ്രൂപ്പ്, എണ്ണയും മറ്റും കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ 119ഓളം വിഭാഗം ആൾക്കാർ അവിടെ ഭഗവാന്റെ സേവനം ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാൻ വളരെ സന്തോഷമായി ഭഗവാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കും, നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത്, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം പറയും എനിക്ക് മക്കൾ ജനിക്കാനേ പാടില്ല എന്ന് പറയും. അപ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എല്ലാവരും ഭൗതികമായിട്ടോ അല്ലെങ്കിൽ തൻ്റെ തലമുറ നിലനിർത്തി തരണം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം പറയും എൻ്റെ മക്കളായിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഈ ക്ഷേത്രത്തിന് അവകാശം ഉന്നയിക്കും.
അതിങ്ങനെ ആരും ഉന്നയിക്കാൻ പാടില്ല. ഇത് ലോകരുടെ ഈ ഭൂമിയിലേക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ക്ഷേത്രമായിട്ട് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പറയും. എന്തായാലും അങ്ങനെയാണ് ഈ നീലാചലത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രമുണ്ടാവുന്നത്. അവിടെ 21 മണിക്കൂറാണ് ദർശനം. 24 മണിക്കൂറിൽ 3 മണിക്കൂർ ദർശനമില്ല. ആ സമയത്ത് ദേവന്മാർക്ക് ദർശനമെന്നാണ് പറയുന്നത്. അവിടെ പൂജാരിയുടെ പുരോഹിതൻ്റെ കൈ ഉണങ്ങാത്ത വിധം, ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത നിവേദ്യം കൊടുത്തിരിക്കും. അങ്ങനെയാണ് സാധാരണ. നമുക്കറിയാമല്ലോ, ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ നിവേദ്യം, വൈകുന്നേരം നിവേദ്യം, അത്രേ ഉണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്കും കാണാം. ചിലപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഒരു നിവേദ്യം നിവേദിച്ച് കഴിഞ്ഞാൽ പൂജാരിയുടെ കൈ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത നിവേദ്യം. അങ്ങനെ 21 മണിക്കൂർ ദർശനവും 3 മണിക്കൂർ ദേവന്മാർക്ക് ദർശനമാണ്. അപ്പോൾ അവിടുത്തെ ഭഗവാന് ഉറക്കമില്ല. അവിടെ കൺപീലിയില്ല. കൺപീലികളുണ്ടെങ്കിലാണല്ലോ കണ്ണടയുന്നത്. അപ്പോൾ അവിടുത്തെ ഭഗവാന് പീലിയുമില്ല. 24 മണിക്കൂറും ദർശനം കൊടുക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഈ ജഗന്നാഥപുരി ക്ഷേത്രം. പുരാണങ്ങളിലെ ബ്രഹ്മപുരാണം, സ്കന്ദപുരാണം, പത്മപുരാണം, കപില സംഹിത, ഇങ്ങനെ ഒത്തിരി പുരാണങ്ങളിലെ ഈ ജഗന്നാഥപുരി ധാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു ദിവസത്തെ ദിനചര്യയെ പറ്റി പറയുമ്പോൾ ഭഗവാൻ ഉണരുന്നതും ഉണർന്ന് രാവിലെ ധ്യാനമിരിക്കുന്നതുമെല്ലാം ബദരീനാഥിലാണെങ്കിൽ, ബാല്യലീലകൾ കുട്ടിത്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് വൃന്ദാവനത്തിലും മധുരയിലും, ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം നടക്കുന്നത് മായാപുരിയിലും, ഭരണാധികാരിയായി ചക്രവർത്തിയായിട്ട് രാജാവായിട്ട് വാഴുന്നത് ദ്വാരകയിലും, ഭക്ഷണം കഴിക്കുന്നത് ജഗന്നാഥപുരിയിലും, ഉറക്കം നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമാണ്. ഇങ്ങനെയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു ദിവസത്തെ ദിനചര്യയെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നിവേദിക്കുമ്പോൾ ഭഗവാൻ കൊടുക്കുന്ന നിവേദ്യം, എല്ലാ നിവേദ്യവും അത് കഴിഞ്ഞ ആദ്യം കൊടുക്കുന്നത് പാർവതി ദേവിക്കാണ്. അതിനും ഒരു കഥയുണ്ട്. ഒരിക്കൽ ജഗന്നാഥപുരിയിൽ നിന്നും നാരദമുനി പ്രസാദം കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു സന്തോഷവും, അങ്ങനെ ഹരിനാമ കീർത്തനം പാടുന്നത് മാത്രമല്ല നൃത്തവും കൂടെ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം. അങ്ങനെ നൃത്തം ചെയ്ത് ഇങ്ങനെ കൈലാസത്തൂടെ പോകുമ്പോൾ മഹാദേവൻ അവിടെ ഇരുന്നുകൊണ്ട് നാരദമുനിയോട് ചോദിക്കും, നാരദ എന്ത് പറ്റി, ഇന്ന് ഭയങ്കര ഡാൻസ് കൂടിയാണല്ലോ, നീ സാധാരണ കീർത്തനം പാടുന്നത് ഞാൻ കേൾക്കാറുണ്ട്, പക്ഷേ ഡാൻസ് ചെയ്യുന്നത് അപൂർവമാണ്, എന്ത് പറ്റി ഇത്രയും സന്തോഷം? അപ്പോൾ ഇദ്ദേഹം പറയും, ഞാൻ ഇന്ന് ജഗന്നാഥപുരി വഴി വന്നപ്പോൾ അവിടുന്ന് ഭഗവാന്റെ പ്രസാദം കഴിച്ചു. അപ്പോൾ ആ പ്രസാദം കഴിച്ചതിന് ശേഷം എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം, അത് കാരണം എനിക്കിങ്ങനെ നൃത്തം ചെയ്യണമെന്ന് തോന്നിപ്പോവുകയാണെന്ന്. അപ്പോൾ മഹാദേവൻ ചോദിക്കും, നീ എനിക്ക് അല്പം പ്രസാദം കൊണ്ടുവരുന്നില്ലല്ലോ എന്ന് പറയും. അയ്യോ, ഞാൻ മറന്നുപോയി. ശരി, എന്തായാലും നിൻ്റെ കൈകളിൽ നോക്കുക, എവിടെ എന്തെങ്കിലും പ്രസാദത്തിൻ്റെ അംശം കാണും, അത് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ നഖത്തിൻ്റെ ഇടയിലൊക്കെ കുറച്ച് പ്രസാദം ഇരിക്കും. അങ്ങനെ തട്ടിക്കുടഞ്ഞ് ആർക്ക് കൊടുക്കും? മഹാദേവന് കൊടുക്കും. മഹാദേവൻ അങ്ങനെ അത് കഴിക്കുമ്പോൾ മഹാദേവൻ വല്ലാത്ത നൃത്തം. നടരാജനാണ് ആൾറെഡി, അദ്ദേഹമാണ് നൃത്തത്തിൻ്റെ മെയിൻ ആള്. അദ്ദേഹം ഭയങ്കര ഡാൻസ്. പാർവതി ദേവി നോക്കിയപ്പം വന്ന ആളും ഡാൻസ്, നിന്ന ആളും ഡാൻസ്, ഭയങ്കര നൃത്തം. ഇവിടെ ഇതെന്ത് പറ്റി, ഇത്രയും വലിയ നൃത്തം എന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ പറയും, ഞാൻ ഇദ്ദേഹം കൊണ്ടുവന്ന ഭഗവാന്റെ ജഗന്നാഥപുരിയിലെ പ്രസാദം കഴിച്ചു. അപ്പോൾ പാർവതി ഭയങ്കര ദേഷ്യം വരും. ഞാൻ അങ്ങയുടെ പകുതി എന്നാണ് അങ്ങ് പറയുന്നത്, എന്നിട്ട് എനിക്ക് അല്പം പ്രസാദം തന്നില്ലല്ലോ, കുറച്ചെങ്കിലും എനിക്ക് തരാമായിരുന്നില്ലേ, എന്നിട്ട് പ്രസാദം കിട്ടിയപ്പോൾ എന്നെ മറന്നോ? എങ്കിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത്, എൻ്റെ സഹോദരൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിദേവി നേരെ കൈലാസത്ത് നിന്ന് നേരെ ജഗന്നാഥപുരിയിൽ വരും. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയും, എനിക്ക് പ്രസാദം തന്നില്ല എൻ്റെ ഭർത്താവ്, അതുകൊണ്ട് എനിക്ക് പ്രസാദം വേണം. അപ്പോൾ ഭഗവാൻ പറയും, നീ ഇവിടെ ഇരുന്നോളൂ, നിനക്ക് എന്നും ഞാൻ നിനക്ക് തന്നിട്ടേ പിന്നെ ലോകത്തിൽ ആർക്കും കൊടുക്കത്തുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഇന്നും അവിടെ പാർവതി ദേവിക്ക് ഭഗവാന്റെ പ്രസാദം പാർവതി ദേവിക്ക് സമർപ്പിച്ചിട്ടാണ് അതിലോ എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നത്. അവിടുത്തെ വിഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ജഗന്നാഥ്, ഈ അങ്ങറ്റം ഇരിക്കുന്ന കറുത്ത രൂപത്തിലുള്ള ജഗന്നാഥ് 5 അടി ഉയരമാണ്, കറുപ്പ് നിറമാണ്. ബലദേവ് എന്നിട്ട് വെള്ള നിറമാണ്, 6 അടി ഉയരമുണ്ട്. അതിൻ്റെ തലയുടെ മുകളിൽ അനന്തൻ പാമ്പിൻ്റെ ഒരു പടം ഉണ്ടാവും. കൃഷ്ണൻ്റെ രൂപത്തിന് റൗണ്ട് കണ്ണായിരിക്കും. ബലദേവനും സുഭദ്രയ്ക്കും റൗണ്ട് കണ്ണല്ല, കൃഷ്ണന് മീനിൻ്റെ കണ്ണുപോലെ വൃത്താകൃതിയിലുള്ളതാണ്. പിന്നെന്താണ്,
ആര്യവേപ്പ് മരത്തിലാണ് ഇത് നിർമ്മിക്കുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് ഈ വിഗ്രഹം മാറുന്നത്. അവിടെ ഈ പഴയ വിഗ്രഹം വന്നിട്ട് കൊയിലി വൈകുണ്ഠ എന്ന് പറയുന്ന തുളസീവനം എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലത്തിന് അടുത്ത് തന്നെ അത് ഒന്നിനുമേൽ ഒന്നായിട്ട് കുഴിച്ച് ഇതാണ് ചെയ്യുന്നത്. ഈ വിഗ്രഹം ഉണ്ടാക്കുന്ന മരങ്ങൾക്ക് തന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്.